ചെറിയ വിഷു വ്ളോഗാണേ. രാവിലെ തന്നെ അമ്പലത്തിൽ പോകാനായിട്ട് റെഡി ആകുവാണ് ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ അമ്മയും വരുന്നുണ്ട്. അച്ഛ ഇച്ചിരി ദൂരമുള്ളൊരു അമ്പലത്തിലാണ് പോകുന്നത്. ഞങ്ങൾ വീടിൻ്റെ തൊട്ടടുത്തൊരു അമ്പലമുണ്ട്, അവിടെയാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങളിതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിതാ റെഡിയായി കഴിഞ്ഞപ്പോൾ ഒരാൾ എന്നെ നോക്കി നിൽക്കുന്നുണ്ടോ. ശരിക്കും ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ടൈമിൽ ഇവനെ ശ്രദ്ധിച്ചില്ലായിരുന്നു കേട്ടോ. പാവം, എന്നെ കൂട്ടത് എവിടെ പോകാമെന്നുള്ള രീതിയിൽ നോക്കി നിൽക്കുക. വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലമാണിത്. അങ്ങനെ ഞങ്ങളിതാ തൊഴുതിറങ്ങി. അമ്പലത്തിൽ നിന്ന് ഉണ്ണിയപ്പവും കൈനീട്ടവും ഒക്കെ കിട്ടി. രാവിലെ ഇങ്ങനെ അമ്പലത്തിൽ പോകുന്നത് എന്തൊരു പോസിറ്റീവ് ഫീലാണ് തരുന്നത് അല്ലേ. ആ ഒരു ഫുൾ ഡേ നമുക്ക് ഫുൾ പോസിറ്റീവ് എനർജി ആയിരിക്കും. അങ്ങനെ ഞാനും അമ്മ ഇതാ വർത്താനമൊക്കെ പറഞ്ഞ് വീടെത്തി. അച്ഛൻ പോയിട്ട് വന്നേ. അച്ഛയ്ക്ക് കിട്ടിയ കൈനീട്ടമൊക്കെ ഞങ്ങളെ കാണിച്ചു തരുക. എന്നിട്ട് പിന്നെ വിശേഷ ദിവസങ്ങളിലെ മാൻഡേറ്ററി ഫോട്ടോഷൂട്ട്. വേറെ ഒന്നുമില്ലെങ്കിലും ഇത് നിർബന്ധം കേട്ടോ. ഒന്ന് റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടെ നിന്നൊരു ഫോട്ടോയൊക്കെ എടുക്കും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പം സാമ്പാറുമായിരുന്നേ. ടി വിയിലെ രാവിലത്തെ പ്രോഗ്രാംസൊക്കെ കണ്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. പിന്നെ കുറച്ച് നേരം ടി വിയൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് പപ്പടമൊക്കെ കാച്ചി പണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാനും അമ്മയും കൂടെ മുറ്റത്തും പറമ്പിലൊക്കെ ചുമ്മാ നടക്കുവാണേ. വേറെ ഒന്നുമില്ല, ഓരോ വർത്താനമൊക്കെ പറഞ്ഞ് ചക്കയും മാങ്ങയൊക്കെ കണ്ട് ചുമ്മാ അങ്ങനെ പറമ്പിൽ കൂടെ നടക്കും, അത്ര തന്നെ. സദ്യയുടെ സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഞാനും അമ്മയും കൂടെ വാഴയിലൊക്കെ വെട്ടാൻ പോവുക. യൂഷ്വലി ഇത് ചെയ്യുന്നത് അച്ഛയാണേ. പക്ഷേ ഇന്ന് അച്ഛയ്ക്കൊരു മൃദംഗത്തിൻ്റെ വർക്കുള്ളത് കൊണ്ട് ഞാനും അമ്മയും കൂടെ ആ ജോലി അങ്ങ് ഏറ്റെടുത്തു. വീട്ടിൽ വാഴയുള്ളത് കൊണ്ട് തന്നെ വാഴയിലേക്ക് വലിയ ക്ഷാമം നേരിടാറില്ല. ഏത് ഇതാണ് ഞങ്ങളുടെ വിഷുവിൻ്റെ ചെറിയ സദ്യയെ. ഞങ്ങൾ 3 പേര് മാത്രം ഉള്ളത് കൊണ്ട് ചെറിയ രീതിക്കാണ് എല്ലാം റെഡിയാക്കിയത്. സദ്യയൊക്കെ വിളമ്പി ടി വിയിലെ പ്രോഗ്രാംസ് രാവിലത്തെ പോലെ തന്നെ ഫുഡ് കഴിക്കുമ്പോൾ നിർബന്ധമായി ടി വിയിലെ പ്രോഗ്രാംസൊക്കെ കണ്ട് വർത്താനമൊക്കെ പറഞ്ഞാണ് കഴിക്കുന്നത്. ശരിക്കും ഇതുപോലുള്ള ഫാമിലി ക്വാളിറ്റി ടൈംസൊക്കെ ഞാൻ ശരിക്കും എൻജോയ് ചെയ്യാറുണ്ട്. എപ്പോഴും കിട്ടുന്ന ഒന്നല്ലല്ലോ ഇത്. അല്ലെങ്കിൽ എല്ലാവരും എന്തെങ്കിലുമൊക്കെ പരിപാടിയായിരിക്കും. സദ്യ വയറ് നിറയെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഉറക്കം, അത് നിർബന്ധമാണ്. അങ്ങനെ ആ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റപ്പം നേരം വൈകിട്ടായി. പിന്നെ കടയിലൊക്കെ ഒന്ന് പോകണമായിരുന്നു. അങ്ങനെ കടയിലൊക്കെ പോയിട്ട് വന്നു. പിന്നെ നമ്മുടെ കുക്കിയുമായിട്ട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നേ. അവർക്കും ഇതൊക്കെയല്ലേ സന്തോഷം. സദ്യ ഫുൾ അമ്മ റെഡിയാക്കിയത് കൊണ്ട് വൈകിട്ട് ഞാനൊരു പായസം വെക്കാമെന്ന് ഓർത്തേ. ഞാൻ ഈ കാര്യത്തിൽ അത്ര എക്സ്പേർട്ടൊന്നുമല്ല, എങ്കിലും യൂട്യൂബൊക്കെ നോക്കി വെക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഹൃദയം തരണേ കൂട്ടുകൂടണേ ചേട്ടൻ്റെ വീഡിയോ ഒക്കെ നോക്കി ഞാൻ പായസം വെച്ചത്. സംഭവം അടിപൊളിയായിരുന്നു. അച്ഛയ്ക്കും അമ്മയ്ക്കൊക്കെ വലിയ ഇഷ്ടമായി. ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ ചെറിയ വിഷു ആഘോഷം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ ബൈ.